പോകാൻ പാടില്ല. എന്താ കാരണം? അവിടുന്നാണ് ഷിർക്ക് ഉണ്ടാവുന്നത്. ഷിർക്ക് ആദ്യമായിട്ട് ഭൂമുഖത്ത് വന്നത് എപ്പോഴാ? നൂഹ് നബി അലൈഹി സ്വലാമിയുടെ കാലഘട്ടത്തിലാ. ഇമാം ബുഖാരി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ലാ തദറുന്ന ആലിഹതക്കും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂത വയഊഖ വനസ്റാ എന്ന ആയത്തിന് ബാബു വദ്ദൻ വലാ സുവാഅൻ എന്ന് ടോപ്പിക് ഹെഡിങ് കൊടുത്തിട്ട് ഇമാം ബുഖാരി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് നബി അലൈഹി സ്വലാമിയുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാലിഹായ നല്ല മനുഷ്യന്മാർ. ഫലമ്മാ മാതു ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം അൻ അജ്ലിസൂ ഇലാ മജാലിസിഹിം അല്ലത്തി കാനൂ യജ്ലിസൂന അൻസാബാ. ആ മനുഷ്യന്മാർ മരിച്ചു പോയപ്പം പിശാച് ചെറിയൊരു പൊടിക്കൈ പ്രയോഗിച്ചു. നല്ല മനുഷ്യന്മാരായിരുന്നിട്ടോ, നമുക്കിനി അവരെ കാണാൻ ഓർക്കാൻ ഒരു മാർഗമില്ല. അതുകൊണ്ട് നിങ്ങൾ അവരൊക്കെ ഇരുന്നിരുന്ന സ്ഥലത്ത് അവരുടെ രൂപം ഉണ്ടാക്കി വെച്ചാളി. അതങ്ങനെ ചെയ്തു അവര്. ഓല രൂപം ഉണ്ടാക്കി വെച്ച പോലെ നമുക്ക് കാണാനോ ഓർക്കാനോ സ്മരണ നിലനിർത്താനായത് ആദ്യം ഉണ്ടാക്കിയത്. ഫലം തുഴബദ്, അന്ന് അതിനെ ആരും ആരാധിച്ചിരുന്നില്ല. അതിന്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചിരുന്നില്ല, മെഴുക്ക് പുരട്ടിയിരുന്നില്ല, ഭസ്മം പൂശിയിരുന്നില്ല, ഒന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ ആ കാലക്കാരൊക്കെ നാശമടഞ്ഞു പോയി. ഇതിനെക്കുറിച്ചുള്ള വിവരം ഒന്നുമില്ല. പിന്നീട് വന്നവർ ഇത് കണ്ടു, അവരതിന്റെ പിന്നാലെ കൂടി. അതാണ് സംഭവം. അങ്ങനെ പിൽക്കാലത്താണ് അത് ആരാധിക്കപ്പെട്ടു വന്നത്. അംർ ഇബ്നു ലുഹ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് അറബികളിലേക്ക് ബിംബാരാധന കടത്തിക്കൊണ്ടുവന്നത്. അദ്ദേഹം ഷാമിലേക്ക് പോകുമ്പോൾ, കച്ചവടാവശ്യാർത്ഥം പോകുമ്പോൾ, കുറെ ആളുകളുണ്ട് ഒരു ബിംബം നാട്ടിയിട്ട് അതിന്റെ ചുറ്റിലും ഹുബുൽ എന്ന ഔലിയാന്റെ ബിംബം നാട്ടിയിട്ട് അതിന് ചുറ്റിലും ഇങ്ങനെ ഡാൻസ് എടുക്കുന്ന, നൃത്തം വെക്കുന്ന കണ്ടു. ഇത് വലിയൊരു കൗതുകമുള്ള കാഴ്ചയായിട്ട് അദ്ദേഹം കണ്ടു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോരുമ്പോൾ അതിനൊന്ന് വിലക്ക് വാങ്ങിയിട്ട് അറേബ്യയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഒരു കൗല്. ഒരു അഭിപ്രായം ഇന്ത്യയിൽ നിന്നും ബിംബാരാധന അറേബ്യയിലേക്ക് അങ്ങോട്ട് കയറ്റി കൊണ്ടുപോയി. ന്യായം കാണുന്നത് രണ്ടാമത് പറഞ്ഞേനാ. കാരണം ഇന്ത്യ ഇതിന്റെ ഒരു ഈറ്റില്ലമാണല്ലോ, ഒരു ഈറ്റില്ലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകാനാണ് സാധ്യത. അപ്പൊ ഏതായിരുന്നാലും മരണപ്പെട്ട മഹാന്മാരുടെ ഖബറിടങ്ങളാണ് ഷിർക്കിന്റെ ഉത്ഭവ സ്ഥാനം, ഉറവിടം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യം തന്നെ ഖബർ സിയാറത്ത് വിലക്കിയത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ സന്ദർശിച്ചോളൂ. അത് നിങ്ങൾക്ക് ആഖിറത്തിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ചൊരു പേടി ഉണ്ടാക്കും, മരണത്തെ കുറിച്ചൊരു ബോധം ജനിപ്പിക്കും. ഇതൊക്കെയാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഖബർ സിയാറത്തിൽ, ഒന്നാമത്തെ പോയിന്റ് നമുക്ക് മരണത്തെ കുറിച്ചൊരു പേടി ഉണ്ടാക്കുക. ഇമാം നവവി റഹിമഹുല്ലാഹ് എന്ത് പറഞ്ഞു? നിങ്ങള് ഈ ഉദ്ദേശത്തിന് മുഅ്മിനിന്റെ ഖബർ തന്നെ സന്ദർശിച്ചോളന്നില്ല, കാഫിറിന്റേതായാലും പറ്റും. എന്താ ഉദ്ദേശം? നമുക്ക് പരലോകത്തിനെ കുറിച്ചും മരണത്തെ കുറിച്ചും പേടി ഉണ്ടാകാനാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഈ ഉദ്ദേശത്തിന് അതും പറ്റുമെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് വരെ പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് മരണത്തെ കുറിച്ച് പേടി ഉണ്ടാവുക. രണ്ടാമത്തതോ, മരണപ്പെട്ടു പോയ മനുഷ്യന്മാർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാനൊരു ഉപകാരം. ഇസ്തഗ്ഫിറൂ ലി അഖീകും വസലൂ ലഹു തസ്ബീഹ് ഫഇന്നഹു ലാ യുസ്അൽ. നിങ്ങൾ നിങ്ങളുടെ സഹോദരന് ഇസ്തിഗ്ഫാർ ചെയ്യൂ, പൊറുക്കലിനെ തേടൂ, അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കൂ, തസ്ബീഹ് ചോദിക്കൂ, സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഈ രണ്ട് കാര്യമല്ലാതെ, ഈ രണ്ട് കാര്യം മാറ്റി നിർത്തി മൂന്നാമതൊരു കാര്യത്തിന് വേണ്ടി ആരെങ്കിലും ഖബർ സിയാറത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിച്ചു, അപമാനിച്ചു. റസൂൽ പഠിപ്പിക്കാത്ത അധ്യാപനം അദ്ദേഹം ചിരച്ചിലേറ്റി എന്നതാണ്. റസൂൽ പഠിപ്പിച്ചത് ഇതാ. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉമ്മമാരുടെ, ഉപ്പമാരുടെ, സഹോദരന്മാരുടെ, ഭാര്യ, ഭർത്താവ്, ഇവരുടെയൊക്കെ ഖബർ ഇവിടെയുണ്ട്. നമ്മുടെ പള്ളിപ്പറമ്പിലുണ്ടാകും, അല്ലെങ്കിൽ പള്ളിയോട് വിട്ട് എവിടെയെങ്കിലും മക്കബറയിലുണ്ടാകും. ഇവിടേക്കൊന്നുമല്ലല്ലോ നമ്മൾ പോണത്. നമ്മൾ പോകുന്നത് എവിടേക്കാണ്? നമ്മൾ മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നിടത്തേക്ക് പോകുന്നു. ഇതെന്തിനാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ നമുക്ക് മരണത്തിനെ കുറിച്ച് പേടി ഉണ്ടാകാനാണോ? അല്ലെങ്കിൽ ആ ഷെയ്ഖിന് പുറത്ത് കിട്ടാൻ വേണ്ടി, ഗുണം കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനാണോ? ഈ രണ്ട് കാര്യമാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഇത് രണ്ടുമല്ലാതെ വേറെന്താ ആവശ്യത്തിന് നമ്മൾ പോണത്? നിങ്ങൾ നോക്കൂ, പാകിസ്ഥാനിൽ നിന്നും പർവേസ് മുഷറഫ് വന്നു, ഇന്ത്യയിൽ പർവേസ് മുഷറഫ് വന്നു. ആ ഹയവാൻ ആദ്യം പോയത് എവിടെയാണ്? നിങ്ങൾ അജ്മീറിലേക്കാണ്.
അത് പോയി എന്നുള്ളതല്ല അതിനേക്കാൾ വലിയ രസം. വാർത്താ മാധ്യമങ്ങൾ അത് വലിയ ഒരു സേവനമായി അവർക്ക് ടൈറ്റ് സെക്യൂരിറ്റി ഒക്കെ കൊടുത്തിട്ട് അയാളെ അങ്ങോട്ട് ആനയിച്ച് കൊണ്ടുവന്നത് ഒരു വലിയ ഒരു കാര്യമായി, ഒരു സേവനമായി, ഇസ്ലാമിക ലോകത്ത് മുസ്ലിം ലോകത്തിന് രാഷ്ട്രം ചെയ്തു കൊടുത്ത ഒരു സേവനമായി പ്രൊജക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇസ്ലാം ദീനും ഇതും എവിടെ കിടക്കുന്നത് ഉണ്ടോ? അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാജ മുഹിദ്ദീൻ ചിഷ്തി, അദ്ദേഹം നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നുണ്ടോ? ഇങ്ങനെ ഒരു മനുഷ്യൻ പാകിസ്ഥാനിൽ പ്ലെയിൻ കയറി വിവരം ഇങ്ങനെ അറിയുന്നുണ്ടോ? ഖുർആൻ പറഞ്ഞ എന്താണ്? അറിയില്ല. ആജാദി കഴിവൊന്നും അല്ല കൊടുത്തിട്ടില്ല. അല്ല കൊടുത്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് കളവാണ് അയാൾ പറഞ്ഞത്, കളവാണ് പറഞ്ഞത്. കാരണം അള്ളാഹു പറഞ്ഞു അവരുടെ കഴിവുകൾ മരണപ്പെട്ട് ഖബറിൽ നമ്മൾ താഴ്ത്തിയിട്ടുള്ള ഖബറടക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ ബാധകമാകുന്നു ഖുർആൻ അള്ളാഹു പറഞ്ഞത്. എപ്പോഴാണ് അവരെ ഖബറിൽ നിന്നും ജീവനടിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അറിയില്ല. അള്ളാഹു പറഞ്ഞതാണ്. അതിനെ മറികടച്ച് നമ്മൾ വ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. അപ്പൊ ഞാൻ ആദ്യം തുടങ്ങിയിടത്തേക്ക് വരികയാണ്. എന്തിനാണ് നമ്മൾ ഇതിന്റെ അർത്ഥം പഠിക്കുന്നത്? നാളെ സ്വർഗത്തിലേക്ക് പോകാൻ, നരകത്തിലേക്ക് പോകാതിരിക്കാൻ. മരണം നമ്മെ മാടി വിളിക്കുകയാണ്. രക്ഷ എല്ലാവർക്കും. ആരും അതിനെക്കുറിച്ച് വാദിച്ചിട്ടുമില്ല. നമ്മളിവിടെ മരിക്കാതെ ബാക്കിയാവുന്ന ചരിത്രത്തിൽ ആരെയും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എത്രയെത്ര മനുഷ്യന്മാരെ നമ്മുടെ ഈ പ്രദേശത്ത് നിങ്ങൾ നോക്കൂ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോന്നപ്പം തമിഴ്നാടിന്റെ ബോർഡറിലാണ് ഞാൻ വരുന്നത്. കച്ചേരി മുക്ക് എന്നൊരു ഓർമ്മ എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞത് എൻ്റെ ഉണ്ട്. പോരുന്ന സ്ഥലങ്ങൾ ഒരുപാട് കച്ചേരി കടന്നുപോയി. കച്ചേരി പടി, കച്ചേരി കുന്ന്, ഇതൊക്കെ ഇങ്ങനെ പാസ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അവസാനം കച്ചേരി മുക്കിലെത്തിപ്പെട്ടതാണ്. ഈ കച്ചേരി മുക്കിൽ തന്നെ നമ്മുടെയൊക്കെ അറിവിൽ തന്നെ എത്ര ആളുകൾ നമ്മൾ ജനാസ മരണം സംഭവിച്ച അവരുടെയൊക്കെ വീട്ടിൽ ചെന്നു. അതിന് സേവനങ്ങൾ അല്ലേ സഹോദരന്മാരെ? ആ മുറ്റത്തെ ഇരിപ്പൊക്കെ നിങ്ങൾ നോക്കൂ. മൗലികളായി കിട്ടാവുന്ന ബെഞ്ചും ഡെസ്കും ചെയറൊക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെ വേണം. അങ്ങനെ തന്നെ വേണ്ടത്. 3 രംഗങ്ങളിൽ പരിപൂർണ മൗനം എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. അതൊന്ന് ഈ രംഗമാണ്, മരണവുമായിട്ട് ബന്ധപ്പെട്ട രംഗമാണ്. പക്ഷെ അവിടെ നമ്മളൊരു കാര്യം മറക്കുന്നുണ്ട്. നമ്മുടെ വീട് മുറ്റത്തും ഏറെ താമസിയാതെ ഇതേപോലെ ഒരു രംഗം സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. അതിനൊരു ടൈമും വയസ്സും കാലമൊന്നുമില്ല. എപ്പോഴാണോ അള്ളാന്റെ തീരുമാനം അപ്പോൾ തന്നെ. അതെല്ലാവരും കഅബ് ഇബ്നു സുഹൈർ വരെ പറഞ്ഞു. കഅബ് ഇബ്നു സുഹൈർ അദ്ദേഹത്തിന്റെ കവിതകളുണ്ട്. അതായത് ഇസ്ലാമിക റസൂലുള്ളാഹി വരുമ്പോൾ അവിടെ കവികൾക്ക് നല്ല സ്ഥാനം ഉണ്ടായിരുന്നു. ഭാഷാ സാഹിത്യത്തിന്റെ സമ്പുഷ്ടത. നിന്ന നിപ്പിൽ നിന്ന് കവിത അങ്ങോട്ട് പാടുന്ന നല്ല സാഹിത്യ സമ്പുഷ്ടമായിട്ട് കേട്ടു നിൽക്കുന്നവൻ അപ്പുറത്തായിട്ട് മറുപടിയും പാടും അറബിയിൽ. നല്ല സാഹിത്യം കായികയൊക്കെ ഒപ്പിച്ച് ഒരു തകരാറും പറ്റൂല. അങ്ങനെയുള്ള നല്ല ജന്മനാ കവികളായിരുന്നു കഅബ് ഇബ്നു സുഹൈറും അദ്ദേഹത്തിന് അനുജൻ ബുജൈറും, രണ്ടാളും. പക്ഷെ ഇവരുടെ കവിതക്ക് ഒരു കുഴപ്പമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെയും ഇസ്ലാമിനെയും ചീത്ത പറഞ്ഞുകൊണ്ടാണ് അവരുടെ കവിത. ചീത്ത അങ്ങനെ പറയും റസൂലിനെയും ഇസ്ലാമിനെയും. അവസാനം രക്ഷയില്ലാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കണ്ടെടുത്തിട്ട് കഅബിനെ വെട്ടാൻ റസൂൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. രക്ഷയില്ലാതെ അവസാനം അദ്ദേഹം വരികയാണ് ഇസ്ലാം ആവാൻ വേണ്ടിയിട്ട്. ബുജൈർ പോയി മുസ്ലിമായി, വിവരം ജ്യേഷ്ഠന് അറിയിച്ചു കൊടുത്തു. അങ്ങനെ അവസാനം അദ്ദേഹവും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പക്ഷെ വേഷപ്രച്ഛന്നനായി, കണ്ടാ വെട്ടിക്കളയും. അതുകൊണ്ട് വേഷപ്രച്ഛന്നനായി മുഖമൊക്കെ മറച്ച് അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അറബി സാഹിത്യ സമ്പുഷ്ടമായ കവിത. അങ്ങനെ പാടി വരികയാണ്. وقال كل خليل كنت وامله لا ألهينك إني عنك مشغول وقلت خلوا سبيلي لا أبا لكم فكل ما قدر الرحمن مفعول. ഒരൊറ്റ വരി നമുക്ക് ആവശ്യമുള്ളൂ. ഞാനിത് വെറുതെ പാടിപ്പോന്നു മാത്രം. കാരണം അദ്ദേഹം ജനങ്ങളോട്, മുസൈന ഗോത്രക്കാരോട് പോയിട്ട് അഭയം ചോദിച്ചു. മുഹമ്മദ് എന്നെ കൊല്ലുന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് അഭയം തരൂ. ഞങ്ങൾ അതിന് കിട്ടൂല എന്ന് പറഞ്ഞു. അവർക്കും കൊടുത്തു ചീത്ത, അതും കവിതയിലൂടെ. ലാ അബാലക്കമോ, നിങ്ങൾക്കൊന്നും വ്യാപാരി ഇല്ലടോ. അവർക്ക് കവിതയിലൂടെ മറുപടി കൊടുത്തു അദ്ദേഹം.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫകുല്ലു മാ ഖദ്ദറ റഹ്മാനു മഫ്ഊലു, റഹ്മാൻ എന്താണോ വിധിച്ചത് അത് ഇങ്ങോട്ട് വരും, എന്റെ കാര്യത്തിൽ അത് തന്നെ. എന്നിട്ട് അദ്ദേഹം വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരൊറ്റ വരി, അതാണ് നമുക്ക് വിഷയം. കുല്ലു ബിനി ഉൻസാ വ ഇൻ താലത്ത് സലാമതുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു. കുല്ലു ബിനി ഉൻസാ, എല്ലാ പെണ്ണ് പ്രസവിച്ച മകനും എന്ന, എല്ലാ മനുഷ്യനും എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ കവിതയിലൂടെ വന്നപ്പോൾ കുല്ലു ബിനി ഉൻസ, എല്ലാ ഉമ്മ പ്രസവിച്ച സ്ത്രീ പ്രസവിച്ച മകനും. അയാൾ എങ്ങനെ രക്ഷപ്പെട്ടാലും, എന്ത് അപകടം ഉണ്ടായിട്ടും മരിച്ചില്ല, എന്ത് രോഗം ഉണ്ടായിട്ടും മരിച്ചില്ല, എന്ത് പ്രതിസന്ധി ഉണ്ടായിട്ടും മരിച്ചില്ല, ഒക്കെ രക്ഷപ്പെട്ട് ഇങ്ങനെ വന്നു. ഈ രക്ഷപ്പെടൽ എങ്ങനെ നീണ്ടാലും, എത്ര നീണ്ടുപോയാലും, ഒരു നാൾ ഒരു ഇടുങ്ങിയ മഞ്ചലിലേറ്റി അവനെ വഹിച്ചു കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഏതാണ് ആ ഇടുങ്ങിയ മഞ്ചല്? നമുക്കൊക്കെ അറിയാം. നമ്മുടെ പള്ളി മദ്രസ അല്ലെങ്കിൽ ചുവടകളിൽ കെട്ടി ചാരി അല്ലെങ്കിൽ കെട്ടി പൂക്കിരി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാം. അവിടെ നിന്നെയൊക്കെ ഞാൻ ഇതിൽ വലിച്ചു കയറ്റുന്നുണ്ടെന്നുള്ള ആ നാട്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. അതിലെല്ലാവരും കയറാനുള്ളവരാണ്. കഅബ് ഇബ്നു സുഹൈർ വരെ എനിക്കും അതിൽ രക്ഷല്ല എന്ന് അവസാനം ശരിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞു കൊണ്ടുവന്നത് എന്നർത്ഥം. അപ്പോൾ മരിച്ച് അതോടുകൂടിയുള്ള യഥാർത്ഥ ജീവിതത്തിലേക്ക് ആരംഭിക്കുകയാണ് ഒരു മനുഷ്യൻ. സുപ്രധാനമായ ഒരു പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞു മനുഷ്യന്റെ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ആ ജീവിതം കുളം തോണ്ടാതിരിക്കാൻ, നരകയാതന അനുഭവിക്കാതിരിക്കാൻ, അള്ളാഹുവിന്റെ ശിക്ഷയും കോപവും ഏറ്റുവാങ്ങാതിരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പൊരുൾ മനസ്സിലാക്കണം. അല്ലാഹുവല്ലാതെ ദിവ്യത്വം ഉണ്ട് എന്ന് കരുതാൻ പറ്റാവുന്ന ഒരു കേന്ദ്രവും ഇല്ല. അത് മലക്കുകളില്ല, പ്രവാചകന്മാരില്ല, സിദ്ദീഖുകളില്ല, ശുഹദാക്കളില്ല, സ്വാലിഹ്യങ്ങളില്ല, ഔലിയാക്കളില്ല, ആരുമില്ല. സാധാരണ മനുഷ്യന്മാരില്ല, മനുഷ്യനല്ലാത്ത മറ്റ് ഇതര ജീവികളില്ല, ജീവനില്ലാത്ത കല്ലും മരം മൂട്ടിയും അത് തീരെയില്ല, ഒന്നുമില്ല. ഉണ്ടാക്കിയത് മുഴുവനും അത് മനുഷ്യന്റെ വിവരക്കേടാണ്, ജഹാലത്താണ്, അജ്ഞതയാണ്. അതുമൂലം ഉണ്ടാക്കിയതാണ്. വിവരമില്ലായ്മ കൊണ്ട് മനുഷ്യൻ അതിൽ അകപ്പെട്ടു പോയതാണ്. ഇതിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെങ്കിൽ ഖുർആൻ പഠിക്കണം, ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയും പഠിക്കണം. അങ്ങനെ യഥാർത്ഥ മുഅ്മിനുകളായി മുവഹിദുകളായി മാറാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും പോരായ്മകളും ദൗർബല്യങ്ങളും ഒക്കെ നീ നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് പുറത്ത് മാഫാക്കി തരമേനാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാക്കൾ, പിതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, കഷ്ടപ്പെടുന്ന ആളുകൾ, രോഗത്തിന്റെ പിടിയിലമർന്ന് കഷ്ടപ്പെടുന്ന ആളുകൾ, നടക്കാൻ കഴിയാതെ, എഴുന്നേൽക്കാൻ കഴിയാതെ, വെള്ളമിറക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ രോഗം, അവരുടെ പ്രയാസങ്ങൾ, ദുർഘടങ്ങൾ മാറ്റി അവരുടെ അവസ്ഥകൾ നീ നന്നാക്കി കൊടുക്കണമേ നാഥ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.